ഭരണഘടനയെ കുടച്ചക്രമെന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സജി ചെറിയാനെ വീണ്ടും അതേ പദവിയിൽ എത്തിച്ചാണ് പിണറായി സർക്കാർ 2023 രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതിനൊപ്പം 2 മന്ത്രിമാരെ മാറ്റി നിയമിച്ച് വർഷാവസാനവും വിവാദങ്ങൾ കൂടി നിർത്തി. AI ക്യാമറ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ, ഗവർണർ മുഖ്യമന്ത്രി പോര് എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിവാദങ്ങൾ വേറെയുമുണ്ട് 2023 കൊച്ചു കേരളത്തിന്റെ കലണ്ടറിൽ. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വർഷത്തെ ബാക്കി പത്രം പരിശോധിച്ചാൽ പിണറായി സർക്കാർ വിവാദങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും കൊടുമുടിയേറിയതിന്റെ കഥകളാണ് മുൻപന്തിയിൽ. ഭരണഘടനയെ വിമർശിച്ച് പുറത്തുപോയ സജി ചെറിയാനെ ജനുവരി ആദ്യവാരം തന്നെ മന്ത്രിയാക്കി വാഴിക്കാൻ പിണറായി മറന്നില്ല. പിന്നാലെ വന്നത് AI ക്യാമറ വിവാദമാണ്. കോടികൾ മുടക്കി വാങ്ങിയ ക്യാമറകൾക്ക് സർക്കാർ ഏജൻസിയായ കെൽട്രോൺ പുറംകരാർ നൽകിയാണ് അഴിമതിക്ക് ഫ്രെയിം ചമച്ചത്. മുട്ടിൽ മരമുറി കേസിൽ കാട്ടുകള്ളന്മാരെ പിടികൂടാൻ കഴിയാതെ വനം വകുപ്പ് വെറും നോക്കുകുത്തിയായി മാറി. വനം വകുപ്പ് മന്ത്രിസ്ഥാനം വേണമെന്നുള്ള NCP MLA തോമസ് കെ തോമസിന്റെ രോദനം ഡിസംബർ അവസാനിക്കുമ്പോഴും ഒടുങ്ങുന്നില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളും കണ്ടൽ സഹകരണ ബാങ്ക് കേസിൽ CPI നേതാവും ED അന്വേഷണത്തിലൂടെ അഴിക്കുള്ളിലായതും 2023 ക്രൈം സ്റ്റോറിയായി മാറി. മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും എതിരായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും 2023 പ്രധാന വാർത്തകളിൽ ഇടം നേടി. KSRTC, KSCB എന്നീ സ്ഥാപനങ്ങളിൽ ഇടതു തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കം പിണറായി സർക്കാരിന് നാണക്കേടായി മാറുകയും ചെയ്തു. ഇരു സ്ഥാപനങ്ങളിലും MDമാരെ മാറ്റിയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ അനധികൃതമായി പുനർനിയമിച്ചത് സുപ്രീം കോടതി റദ്ദാക്കിയതും പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായി മാറി. സാമ്പത്തിക പരാധീനത മൂലം KSRTC ശമ്പളം, ക്ഷേമ പെൻഷനുകൾ എന്നിവ മുടങ്ങിയിട്ടും മുഖ്യമന്ത്രിക്ക് കോടികൾ മുടക്കിയുള്ള ഹെലികോപ്റ്റർ സൗകര്യം ഒരുക്കിയതും കേരളം തിരിച്ചറിഞ്ഞു. 20 കോടിയിലേറെ ചെലവഴിച്ച ഒരാഴ്ചത്തെ കേരളീയം നടത്തി ഇടത് സർക്കാർ ധൂർത്തുകാട്ടി. ഇതുകൂടാതെ നവംബർ 18 മുതൽ ഡിസംബർ 23 വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് കോടികൾ ചെലവഴിച്ച് നവകേരള സദസ് എന്ന പേരിൽ സർക്കിട്ട് നടത്തി. ആയിരക്കണക്കിന് പരാതികൾ ഇങ്ങനെ ലഭിച്ചിട്ടും 90% ചുവപ്പ് നാടയിൽ കുരുങ്ങുകയും ചെയ്തു. യാത്രയ്ക്ക് കരിങ്കൊടി കാണിച്ചവരെ പോലീസും DYFI സഖാക്കളും ചേർന്ന് തല്ലിച്ചതച്ചു. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പ്രതിയെ രക്ഷിക്കുന്ന തരത്തിൽ കുറ്റപത്രം തയ്യാറാക്കിയ പോലീസിനെതിരെ മഹിളാ മോർച്ച നടത്തിയ സമരം വേറിട്ട പ്രതിഷേധമായി. DGPയുടെ വീടിന്റെ പൂമുഖത്ത് വരെ വനിതകൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണുതള്ളി. ഈ വാർത്ത തത്സമയം എത്തിച്ച ജനൻ TVക്കെതിരെ കേസെടുത്താണ് പോലീസ് തങ്ങളുടെ ജാള്യത മറച്ചത്. വിവിധ സർവകലാശാല സെനറ്റുകളിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വഴിനീള തടയാൻ SFIക്ക് ഒത്താശ നൽകിയതും പോലീസിന്റെ സൽപ്പേരിന് കളങ്കമായി. ഈ വിഷയത്തിന്റെ പേരിൽ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം കൊമ്പ് കോർക്കുന്ന കാഴ്ചയോടെയാണ് ഡിസംബർ വിട പറയുന്നത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ഇരുവരും മുഖം തിരിച്ചതും വാർത്തയായി. ഇതിനിടെ തുറമുഖ വകുപ്പ് CPM വിദഗ്ധമായി ഏറ്റെടുക്കുകയും ചെയ്തു. വാഗ്ദാനം നൽകിയിട്ടും പൂർത്തിയാകാതെ പോയ കേരയിൽ, K-ഫോൺ, കോവളം ബേക്കൽ ജലപാത, എരുമേലി വിമാനത്താവളം എന്നിവ 2023 മരീചികയായി അവശേഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൂടി സാമ്പത്തിക സഹായം നൽകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെങ്കിലും 2024 പൂർത്തിയാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പിണറായി സർക്കാർ. ഇത്തരത്തിലുള്ള അടവ് നയത്തിന്റെ ഭാഗമാണ് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതിന്റെ രാഷ്ട്രീയം. MK വിനോദ്, ജനം, തിരുവനന്തപുരം.